റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയിൽ ഇപ്പോൾ നടപടിയായിരിക്കുന്നു. കഴക്കൂട്ടത്ത് പരസ്യമദ്യപാനം നടത്തിയ 6 പോലീസുകാർക്കും സസ്പെൻഷൻ എന്ന വാർത്ത വരുന്നു. മനീഷ് ചേരുന്ന മുഖപ്പം പരസ്യമദ്യപാനത്തിൽ കൂട്ട നടപടി വന്നിരിക്കുന്നു. റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ 6 പോലീസുകാരുടെ സസ്പെൻഷനിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് തൊട്ടുമുന്നിൽ കാറിലിരുന്ന് മദ്യപിച്ച 6 പോലീസുകാർക്കും അതിൽ 2 പേർ മദ്യപിച്ചിരുന്നില്ല എന്നുള്ള വിവരം കൂടി വരുന്നു. അവരുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം നടത്തിയപ്പോൾ പക്ഷേ അവർ കൂടി ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരടക്കം 6 പേർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്നുള്ള വിവരം വരുന്നത്. അതിൽ ഡ്രൈവർ ചുമതലയുണ്ടായിരുന്നയാൾ അഥവാ ഡ്രൈവറായിട്ടിരുന്ന ആൾ പോലും മദ്യപിക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ 6 പോലീസുകാർക്കും സസ്പെൻഷൻ വന്നത്. മാതൃകാപരമായി പെരുമാറേണ്ട പോലീസുകാർ ചട്ടം ലംഘിച്ച് പരസ്യമദ്യപാനം നടത്തി, അതും പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു അടച്ചിട്ട വാഹനത്തിൽ ഇരുന്നാണ്. ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇതേപോലെ മദ്യപിച്ചത് എന്നുള്ള വിവരമാണ് വരുന്നത്. അതും ഡ്യൂട്ടി ടൈമിൽ സിവിൽ വേഷത്തിലാണ് അവർ മദ്യപിച്ചത്. സ്റ്റേഷന് മുന്നിലെ പരസ്യമദ്യപാനത്തിൽ കൂട്ട നടപടി വരുന്നു എന്നുള്ള വിവരമാണ് മനീഷ് മഹിപാലോട്. മനീഷ്, ഒടുവിൽ തീരുമാനമായിരിക്കുന്നു. വളരെ വേഗം തന്നെ നടപടി വന്നു. നമ്മൾ ഈ വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. വലിയ രീതിയിലുള്ള ചർച്ചയായി. അത്തരത്തിൽ എങ്ങനെയാണ് ഇത്തരം പോലീസുകാർ ധൈര്യപ്പെടുന്നത് പരസ്യമദ്യപാനത്തിന് എന്നുള്ളതായിരുന്നു ചോദ്യം. അതൊരു കാരണവശാലും പോലീസ് ഫോഴ്സിന് അംഗീകരിക്കാൻ കഴിയില്ല. അച്ചടക്ക നടപടിയായിരിക്കുന്നു. 6 ഉദ്യോഗസ്ഥരും ഇതിൽ 2 പേർ മദ്യപിച്ചിട്ടില്ല എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞുവല്ലേ? മനീഷ് മഹിപാൽ നമുക്കൊപ്പം ചേരും. റിപ്പോർട്ടർ ഇംപാക്ട്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലെ പോലീസുകാരുടെ പരസ്യമദ്യപാനത്തിൽ ഇപ്പോൾ കൂട്ട നടപടി വന്നിരിക്കുന്നു. ഗ്രേഡ് SI 5 CPOമാരുമടക്കം 6 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റേഷനിൽ തന്നെയുള്ള മറ്റൊരു പോലീസുകാരൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകവേ അതിന് തൊട്ട് മുമ്പ് ഡ്യൂട്ടി സമയത്ത് സിവിൽ വേഷത്തിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. പരസ്യമദ്യപാനത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ, അതിവേഗം നടപടി അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഈ വാർത്ത, അതായത് ഈ 6 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുമെന്നുള്ള വാർത്ത റിപ്പോർട്ടർ ഇന്ന് രാവിലെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ഇപ്പോഴിതാ അതിൻ്റെ ഔദ്യോഗിക തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ ഉടൻ തന്നെ പുറത്തിറങ്ങും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജെ കാർത്തിക്കിൻ്റെതാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ കഴക്കൂട്ടം ACPയുടെ പക്കൽ നിന്നും ഇതിൻ്റെ റിപ്പോർട്ട് വാങ്ങിയിരുന്നു. ആ റിപ്പോർട്ടിൽ 6 ഉദ്യോഗസ്ഥരാണ് ഈ വാഹനത്തിൽ, അതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കോർപിയോ വാഹനത്തിൽ മദ്യപിച്ചത് 6 പേരാണ്. പക്ഷെ അതിൽ 4 പേരെയാണ് പോലീസ് നടത്തിയ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചത് കണ്ടെത്തിയിട്ടുള്ളത്. വാഹനം ഓടിച്ച്, അതായത് വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഗ്രേഡ് SI ബിനു, CPOമാരായ അരുൺ, രതീഷ്, അഖിൽരാജ്, അരുൺ MS, മനോജ് കുമാർ എന്നിവരെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഈ സ്കോർപിയോ വാഹനത്തിന്റെ മധ്യഭാഗത്തിരുന്ന രതീഷ്, അഖിൽരാജ് എന്നീ 2 CPOമാർ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ കൂടി മദ്യപാനത്തിന് പ്രോത്സാഹനം നൽകണം, അല്ലെങ്കിൽ മദ്യപ സംഘത്തിന്റെ കൂടെ ഇരുന്നതിന് ഇവർക്ക് കൂടി നടപടി ഉണ്ടാകും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെ മദ്യപാനം, ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കഴക്കൂട്ടത്തെ ACPക്ക് മാത്രമല്ല, ഇപ്പോൾ കൂടുതൽ അന്വേഷിക്കാൻ നാർക്കോട്ടിക് ACPക്ക് കൂടി നിലവിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ചുമതല നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ വാഹനം ഓടിച്ചത് ഗ്രേഡ് SI ബിനു ആണ്. ഈ വാഹനം അതായത് മദ്യപാനത്തിന് ശേഷം ബിനു പിന്നീട് ഈ റിസപ്ഷൻ നടക്കുന്ന, കല്യാണത്തിന്റെ സൽക്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, ദിനത്തിലൂടെ കൊണ്ടുപോകുന്നത് ബിനു ആണ്. ബിനുവിന് മദ്യപിച്ച് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും പ്രത്യേക കേസ് ചുമത്തും. ഒപ്പം തന്നെ ഈ 6 പേർക്കെതിരെ നടപടി ഇവരുടെ കൂടി വിശദീകരണം കേട്ട ശേഷമാണ്. ഇവർ 6 പേരും ഏറ്റവും ഗുരുതരമായ സംഗതി, ഇവർ 6 പേരും റിസപ്ഷന് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് 2:30 തന്നെ വീണ്ടും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ തിരികെ പ്രവേശിച്ചു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. അതായത് പൊതുജനങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ട, നിയമം പാലിക്കേണ്ട, നിയമം നടപ്പിലാക്കേണ്ട, പൊതുജനങ്ങളുടെ സ്വത്തിനും ജീവനും വില കൽപ്പിക്കേണ്ട, അത് സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചുകൊണ്ട് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നു. നമുക്കറിയാം അരുൺകുമാർ, ഈ കഴക്കൂട്ടത്തിൽ നിന്നും ഒട്ടും ദൂരെയല്ല കിളിമാനൂരിൽ കഴിഞ്ഞ ഈ മാസം 5-ാം തീയതിയാണ് അവിടെ 1.5 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ അനാഥരാക്കുന്ന രീതിയിൽ ഒരു ഥാർ ജീപ്പ് ഇടിച്ച് ദമ്പതികൾ മരിച്ചത്. അതും മദ്യപിച്ചായിരുന്നു. ആ വാഹനം അമിത വേഗതയിലെത്തി ദമ്പതികളെ ഇടിച്ച് തെറിപ്പിച്ചത്. അവർ പിന്നീട് ചികിത്സയിലിരിക്കാൻ മരിച്ചത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ രീതിയിൽ മദ്യപിച്ച് നിരത്തിലേക്ക് ഇറങ്ങിയാൽ എങ്ങനെയാകും ഈ കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സംഗതി. എന്താണെങ്കിൽ ഈ 6 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യാനാണ് നിലവിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ തീരുമാനം.